ഒരുപക്ഷെ ഈ രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും കൂടുതൽ മന്ത്രിമാര് മറ്റ് ഹൈന്ദവരാണെങ്കിൽ പോലും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതാണ് ഒരുപക്ഷെ ആ ഒരു മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ എടുത്തതായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടാനും അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാവാനും കാരണം ഒരു ബോധം ഉണ്ട് എന്ന് വന്നാലല്ലേ ഇപ്പൊ ഞാൻ മറുപടി പറയേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ബോധമില്ല. മുഹമ്മദ് റിയാസ് മന്ത്രിയായത് എങ്ങനെയാന്നുള്ളത് എതിരാളികൾക്ക് പോലും അറിയാം. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തതിന് മുമ്പ് തന്നെ അയാൾ നേതാവാണ്. ഡിവൈഎഫ്ഐന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് പറയാൻ മകളെ കെട്ടണമെന്നില്ല. കെട്ടിയതൊന്നും എല്ലാവരും മന്ത്രിയായിട്ടുമില്ല. വേറെ എത്ര കെട്ടിയവരും കെട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാ, ധാരാളം കൂടുമ്പോൾ പറയല്ലാതെ ഇഫക്റ്റീവ് ആവില്ല. ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും വർഗീയ അപ്പൊ ആ വർഗീയ കൂട്ടുകെട്ടാണ് ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണിക്കാരെ SDPIനെ കൂട്ടിപ്പിടിച്ചു, ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടി, കിട്ടാത്തോളം കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ആളുകളെയൊക്കെ കൂട്ടിപ്പിടിക്കുന്നത്. ആ മുന്നണിയിൽ ഞങ്ങളെ കുറച്ച് കീപ്പട്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ലേശം വ്യത്യാസം ഉണ്ടായല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഉണ്ടാവില്ല നമ്മൾ പറയുന്നത് അത് മറികടക്കാൻ ഞങ്ങൾ നോക്കും.